നുറുക്ക് ഗോതമ്പും കൊണ്ട് ഒരു ഡെസേർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു 4 മണി പലഹാരം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നുറുക്ക് ഗോതമ്പും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി നമുക്കിതിനെ ഒന്ന് കുതിർക്കാൻ വെക്കണം. ഇപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കണം. വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞിട്ട് നമുക്കതിനെ വേവിച്ച് എടുത്ത് ബാക്കി പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുതിർത്ത് വെച്ച നുറുക്ക് ഗോതമ്പ് റെഡിയായിട്ട് പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത അളവിൽ ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം പ്രഷർ കുക്കറിലോട്ട് ഒഴിക്കുക. ആ ഗോതമ്പിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു വിസിൽ വരെ ഇത് 1 തൊട്ട് 2 വിസിൽ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഓഫ് ചെയ്തിടുക. അതായത് പ്രഷർ കുക്കറിൽ വെച്ച് വെയിറ്റ് ഇട്ട് കഴിഞ്ഞ് 2 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്തിടുമ്പോൾ കറക്റ്റ് വെന്ത് ഒട്ടും വെള്ളമില്ലാത്ത റെഡിയായിട്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് വെന്ത് കിട്ടും. ഇപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറ്റി ഞാനത് ഒന്ന് തുറന്ന് നോക്കി. ഗോതമ്പ് നുറുക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കരപ്പാനി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കൂടുതൽ വേവാതെ ഇരിക്കും. ആ ഗോതമ്പ് നുറുക്കിലൊക്കെ ശർക്കര പിടിക്കുകയും ചെയ്യും. അതിന് ശർക്കരയ്ക്ക് അങ്ങനെ പ്രത്യേക കണക്കില്ല, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഗോതമ്പ് നുറുക്കിൽ വെന്ത ഗോതമ്പ് നുറുക്കിൽ ശർക്കരയും മിക്സ് ചെയ്ത് ഇനി അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പ്രോസസ്സ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ആ നുറുക്ക് ഗോതമ്പിലോട്ട് ആവശ്യത്തിന് ശർക്കരപ്പാനി ഏകദേശം ഒരു കപ്പോളം ശർക്കരപ്പാനി ഒഴിച്ചാൽ മതിയായിരിക്കും. അത് പിന്നെ ഓരോ ശർക്കരയുടെ മധുരം അനുസരിച്ചിരിക്കും, നിങ്ങളുടെ ടേസ്റ്റും അനുസരിച്ചിരിക്കും. അപ്പോൾ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഏകദേശം ഒരു ഗ്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ 1.5 ഗ്ലാസ്സോളം തേങ്ങയും കൂടെ നല്ല ഫ്രഷ് തേങ്ങ ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ്. അതും കൂടെ ആഡ് ചെയ്ത് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് എടുത്താൽ മതി. ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ആ തേങ്ങ പ്രഷർ കുക്കറിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് നമുക്കൊരു പാനിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ വേവിച്ചതുകൊണ്ട് നമുക്ക് ഈ പ്രഷർ കുക്കറിൽ തന്നെ അപ്പോൾ കണ്ടു. ഇപ്പോൾ കുറച്ചൊന്ന് അത് കട്ടിയായി, എൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറഞ്ഞു. അപ്പോഴാണ് നമുക്കത് ശരിക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ നിരത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ. ഇതൊരു നമുക്ക് 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവൻ ഡിന്നറായിട്ട് പോലും ഇത് കഴിക്കാം. അതായത് നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതുമാണ്. എന്നാൽ അത്ര ഹെവി ആയിട്ടുള്ള സാധനം നമ്മളിപ്പോൾ അതിനകത്ത് ആകെ 1 സ്പൂൺ നെയ്യ് മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് മീലായിട്ടും വേണമെങ്കിൽ ഇത് കഴിക്കാം. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഡിഷാണ്, ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഡിഷാണ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും റേഷനായിട്ട് ഇഷ്ടംപോലെ നുറുക്ക് ഗോതമ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു നുറുക്ക് ഗോതമ്പ് പറ്റിച്ചതാണ്. 1 സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് നീണ്ടായിരിക്കുന്നത് അത് ആ ശർക്കരപ്പാനി ഒക്കെ ഒന്നും കൂടെ ഒന്ന് വറ്റി ഒന്നും കൂടെ കുറുകി വരാനുണ്ട്. എന്നാലേ നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടുകയുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നും കൂടെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ദേ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പറ്റിച്ചത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ കുറേശ്ശെ വീഴുന്നതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യണം. അതായത് കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ. അപ്പോഴാണ് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടുകയുള്ളൂ. ലാസ്റ്റ് നെയ്യും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ നെയ്യുടെ സ്വാദ് നന്നായിട്ട് ഇതിനകത്ത് വരും. അതിന് ചൂടോടുകൂടി തന്നെ നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതിനെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആറി കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോഴാണ് സ്വാദ് നന്നായിട്ട് വരുന്നത്. അപ്പോൾ നെയ്യും കൂടെ ആഡ് ചെയ്തു. ഇനി ഞാനത് ഒരു പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ. ഇപ്പോൾ 2 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിതിനെ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ഒഴിച്ചിട്ട് ആറി കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയാകും. അപ്പോഴാണിത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. ഇത് ഇത്രയും ഉണ്ടാക്കിയിട്ട് കണ്ട നമ്മൾ 3/4 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തുള്ളൂ. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കിയേ. അപ്പോൾ നിങ്ങൾ 2 പേരൊക്കെ ഉള്ളെങ്കിൽ ജസ്റ്റ് ഒരു 1/2 ഗ്ലാസ് ഗോതമ്പ് നുറുക്ക് ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഒരു പ്ലേറ്റ് റെഡിയായി. ഇനി വേറൊരു പ്ലേറ്റിലും കൂടെ ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് പെട്ടെന്ന് പ്രത്യേകിച്ച് സെർവ് ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഒന്ന് ആറി കഴിയുമ്പോൾ കഴിക്കാം.